ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ഫ്രൂട്ടാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. എന്നാൽ ഇതെൻ്റെ ഇപ്പോൾ വീട്ടിലുണ്ടായതാണ്. അതൊരു ചെറിയ ചെടി കൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ നിറച്ച് കായ്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെന്ന് കാണിക്കാമെന്ന് വെച്ചു. കായ്കളെന്ന് വെച്ചാൽ നല്ല കാന്താരി മുളക് പഴുത്തിട്ട് നിൽക്കൂലേ, അതേപോലെ തോന്നും. ഒരുപാട് കിളികളൊക്കെ വന്ന് ഇത് കൊത്തി തിന്നുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അതെല്ലാം നുള്ളി നുള്ളി എടുക്കുന്നുണ്ട്. പൊതുവേ എനിക്ക് എന്താ പറയുക, ചെടികളിൽ ഈ പൂവൊക്കെ കാണുമ്പോഴേ എൻ്റെ കൈ ഇങ്ങനെ പോയിട്ട് അത് ഇങ്ങനെ പിച്ചെടുക്കാൻ തോന്നും. അങ്ങനെ ഞാൻ അതിനകത്തുള്ള മിറാക്കിൾ ഫ്രൂട്ട് ഫുള്ള് കംപ്ലീറ്റ് എടുത്തു. പിന്നെ അതാ ഇത്ര എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഓടിപ്പോയി ഒരു ചാമ്പയ്ക്ക, നാരങ്ങ എല്ലാം എടുത്തു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഒരു മിറാക്കിൾ ഫ്രൂട്ട് എടുത്ത് ഞൊണഞ്ഞു കേട്ടോ. ഒരു നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. എന്നിട്ട് അതിൻ്റെ കുരു ഞാൻ തുപ്പിക്കളഞ്ഞു. പിന്നെ ഫസ്റ്റ് ഞാനൊരു ലെമൺ പീസാണ് എടുത്തത്. ആ നാരങ്ങ പീസ്, പൊതുവേ നാരങ്ങ കാണുമ്പോഴേ എൻ്റെ പല്ല് പൊളിക്കുന്നതാണ്. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ. നാരങ്ങയ്ക്ക് ഇത്ര മധുരമോന്ന് വെച്ചിട്ട് ആ നാരങ്ങ ഫുള്ള് ഞാൻ ചപ്പി ഊറി എടുത്തു കേട്ടോ. ആ നാരങ്ങ നീര് ഫുള്ള് ഞാൻ എടുത്തു. അതിൽ നാരങ്ങയാണെന്ന് പോലും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനൊരു ഇരുമ്പിൻ പുളീൻ്റെ പീസാണ് ഓടിപ്പോയി എടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ള ഇരുമ്പൻ പുളിയാണ്. സാധാരണ എനിക്ക് ഇരുമ്പൻ പുളി അത്ര പൊതുവെ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഞാൻ ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇരുമ്പൻ പുളിക്കൊക്കെ എന്ത് മധുരമാണെന്നറിയാം. നല്ല തേനിൻ്റെ മധുരം പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കടിച്ച് മുറിച്ച് അങ്ങ് തിന്നുകയാണ്. ഒന്നോ രണ്ടോ ഒക്കെ ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ അത്യാവശ്യം മധുരവും ചെറിയൊരു പുളിയുള്ള ഒരു ചാമ്പയ്ക്കയാണ് എടുത്തത്. ഈ മധുരത്തിൻ്റെ കൂടെ ഇരട്ടി മധുരം എന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങളും വീട്ടിലൊരെണ്ണം വാങ്ങി വെക്കുക. നല്ലൊരു സാധനമാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇതാണ് സംഭവം കേട്ടോ. താങ്ക് യു.